നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക എൻ്റെ ഉമ്മമ്മ അവിടെ ഇല്ല. അപ്പം എൻ്റെ ഉമ്മമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പപ്പി ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇപ്പപ്പി ഉമ്മമ്മി എവിടേക്കാ പോണേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മമാൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇൻസിനിയർ റോഡ്. അപ്പോൾ ഉമ്മമാൻ്റെ വീട് തലക്കശ്ശേരിയാണ്. അവിടെ നോമ്പുത്തുറയാണ് ഇന്ന്. അപ്പോൾ അവിടേക്ക് പോയിക്കാണ്. ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, വൈകുന്നേരം പോകണം അല്ലേ? വൈകുന്നേരം പോകണം. അപ്പം നമ്മൾ വൈകുന്നേരം പോകട്ടെ. എങ്ങനെയാണ് പോകണമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഉപ്പച്ചിൻ്റെ കൂടെയാണ്. ഉപ്പച്ചിൻ്റെ കൂടെ ഞാനും എൻ്റെ ഉണ്ണിയും പോവും. പിന്നെ കൊച്ചുമാൻ്റെ സ്കൂട്ടിയിൽ കൊച്ചുമ്മയും എൻ്റെ മമ്മിയും പിന്നെ ഈ ചെക്കനും കൊച്ചുമാൻ്റെ കുട്ടി പോകട്ടത് ശടനം പോവും. പിന്നെ കൊച്ചു അപ്പം ഞങ്ങൾ ഇന്ന് പോകും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉമ്മമാൻ്റെ റൂമിലെ കോമ്പില്ലാട്ടോ. കോമ്പ് ഞാൻ എടുത്തിരുന്നല്ലോ. കോമ്പ് ഞാൻ ഉമ്മച്ചിയുടെ റൂമിൽ പോയിട്ട് എടുക്കും. ആ ഉമ്മച്ചിയുടെ റൂമിൽ പോയിട്ട് എടുക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കിഡ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ. കിഡ്സിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ഈ കിഡ്സിൻ്റെ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല സ്റ്റൈലിൽ ചെയ്ത് കൊടുക്കുക. പന്നസാര ഇതിൻ്റെ കൊച്ചുമാരുടെ കുട്ടിയാണ്, ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുടിയൊക്കെ നമുക്ക് ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കാം. എൻ്റെ വലിയതിൻ്റെ ചടക്കൊന്ന് കളയണം കേട്ടോ. ചട കളയുന്നുണ്ട്. തോന്നി നന്നിട്ടുണ്ട് കടയിലോട്ട് കടയുടെ കാരണം ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് മുടിയുടെ ചേടൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നടുവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നടു അല്ലമാരി ഒന്ന് എടുക്കട്ടെ ഗൈസ്. ഞാനിവിടെ ഒന്ന് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. രണ്ട് സൈഡിലും വെട്ടിയിട്ടുണ്ട്. ആ മുടിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു മുടിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെയർ സ്റ്റൈൽ കെട്ടാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഒരു മുടിയാണെങ്കിൽ ഇങ്ങനെയെന്നല്ല, ഫ്രണ്ടിൽ വെട്ടിയ ഒരു മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഞാൻ ഇവിടെ ഒക്കെ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ സൈഡിൽ ഞാൻ നന്നായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എടുക്കട്ടോ ഗൈസ്. ഞാൻ വെട്ടിയൊക്കെ എടുത്തിട്ട് വെട്ടിയതല്ലാത്ത എടുക്കരുത് കേട്ടോ ഗൈസ്. ആ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. വെട്ടിയെടുത്തിട്ട് മറ്റേതൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കും ഗൈസ്. ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ നടൊക്കെ കളഞ്ഞിട്ട് മറ്റേ വെട്ടിയത് മാത്രം ഇങ്ങനെ ആക്കി കൊടുക്കുക. മറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ ഗൈസ്. ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഗൈസ്. നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുക്കും. ഇതാണ് എൻ്റെ കുണ്ടറാപ്പ് അങ്ങോട്ട് പോരാ കുണ്ടറാപ്പ്. ഞാൻ വീഡിയോ എടുക്കാണ്. ഇത് വീഡിയോ എടുക്കാനടാ. തായോ കോമ്പ് താതിരുതേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഉണ്ണിൻ്റെയിലാണ് വിട്ടത്. പിടിച്ച് നിൽക്കും, പക്ഷെ പിടിക്കാണ്ടും കുറച്ച് നേരമൊക്കെ നിൽക്കും. പക്ഷെ ഞാൻ പിടിക്കാണ്ട് ഇപ്പോൾ നിന്ന് കാരണം ഇങ്ങനെ എടുക്കുന്നുണ്ട്. എൻ്റെ കൈ പൊന്തിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് മൂത്തോണ്ട് മുട്ടത്തൊക്കെ ചെയ്യും. കൂടി ഇങ്ങനെ കെട്ടിക്കൊടുക്കൂട്ടത്.
വീഡിയോ ആയിട്ട് വരും. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. മനുഷ്യൻ മുട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വരട്ടെ. ഇങ്ങനെ പൊന്നിച്ച് കെട്ടിയാൽ മതി. നമ്മളെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്കിങ്ങനെ നല്ലപോലെ ഫ്രണ്ടിലേക്കൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ നാടും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഗൈസ്. ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇങ്ങനെ പരത്തി ഫോണൊക്കെ വീഡിയോ വീഡിയോ കഴിഞ്ഞില്ലേ? ഈ വീട്ടിൽ കഴിഞ്ഞില്ലേ? അപ്പം നമുക്ക് ഹബൻഡോ താത്താൻ്റെ ഹബൻഡോ അങ്ങോട്ട് പോയി. നമുക്ക് ഇവിടെ ഇന്ന് വീഡിയോ എടുക്കാം. ഹെയർ ബാൻഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ല. ഞാനിതിങ്ങനെ ഫ്രണ്ടിൽ കെട്ടി കൊടുക്കാണ്. ഇത്രയുള്ള ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്നെങ്കിൽ പറയണേ, കമന്റിൽ പറയണേ. കുട്ടീനെ കൂടി കാണിച്ചു.